Backbenchers, ഞങ്ങൾ ചെറുത്താനുണ്ടായ പിള്ളേഴ്സ് Trolley pullers, counting all this money but we are no motherfucking beggars. കടങ്ങൾ തന്നത് കരകൾ കേൾക്കണം, വരങ്ങൾ തിരിച്ചിട്ട് നടക്കും വെക്കണം. പോയതും വന്നതും കേട്ടതും കണ്ടതും ലോകത്തെ പുറത്തുള്ള ചെകുത്ത നടുവിൽ വന്നല്ലോ നീയൊക്കെ പെടുത്ത നിന്റൊന്നും പിടുക്ക് പൊങ്ങില്ല പണിയല്ലാതെ നീ അടുപ്പ് കത്തിക്ക് തിളക്കാൻ. ഒരാൾ വന്നിട്ട് ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് ഇതുപോലെ ഒരു ആൻഡ്രോയിഡ് ഒരാൾ വന്നിട്ട് ബ്രോ സ്ലേ അല്ലേ കേൾക്കാറുണ്ട്, കൊള്ളാം, നമ്മൾ പ്രതീക്ഷിക്കാനുള്ള അത് ഭയങ്കര ഒരു മറ്റേ ചാർജായി കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജാണ്. നമ്മൾ ചെയ്യുന്ന സാധനം കേൾക്കുന്ന ഒരു ആൾക്കാരുണ്ടാവും. നമ്മൾ ഒരാൾ കുറ്റം പറയുന്ന 10 പേര് കോഴ്സ് പഠിക്കും, 100 പേര് കേൾക്കും. പക്ഷെ നമ്മൾ 200 പേര് നമുക്ക് വേണ്ടി സംസാരിച്ച് കഴിഞ്ഞാൽ 1000 പേര് കേട്ടാൽ മതി. ഇതൊക്കെ ട്രാക്കിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്നെ കളിയാക്കിയിട്ടാണ് ഞാൻ കൊടുത്ത ഊവ എന്നുള്ള സാധനം ഞാൻ കൊടുത്തതാണ്. ഊവ നീ വിചാരിച്ചാളല്ല ഈ സ്ഥലം എന്റെ അത് അങ്ങനെ വന്നൊരു സാധനമാണ്. അത് റിഗറ്റ് ഭയങ്കര ശാന്തി ട്രാക്ക്. അതായത് റിഗറ്റ് കഴിയുമ്പോ മറ്റേ ഞാൻ തന്നെ എങ്ങനെയാ മറ്റേ ശാന്തി ട്രാക്ക് ഔട്ട്റോ വെച്ചേക്കുന്ന മറ്റേ ഇതുപോലെ മറ്റേ കുറച്ച് വോക്കൽ മെലഡീസ് ഒക്കെ പ്ലേ ആയി മറ്റേ അതിനകത്ത് ഞാൻ മറ്റേ അതാവോ അത് ആ ഒരു പോയി അത് തീർന്നു കഴിയുമ്പോ ആൾക്കാർ എനിക്ക് അവിടെ തീർന്നു 2 സെക്കൻഡ് കഴിയുമ്പോ ഫൈനലി നിങ്ങളുടെ ഈ എഫേർട്ടും നിങ്ങൾ എൻജോയ് ചെയ്ത പ്രോസസ്സും ഒക്കെ ഞങ്ങളിലേക്ക് എത്തുമ്പോൾ ഞങ്ങളും ഈക്വലി അല്ലെങ്കിൽ അതിന്റെ മുകളിൽ എൻജോയ് ചെയ്യട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും ഈ ആൽബം കേൾക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ റാപ്പേഴ്സ് കൂട്ട ആൽബം ചെയ്യുന്നത്. ഇപ്പൊ ഇവര് 8 പേരുണ്ടല്ലോ, ഈ 8 പേരില് അവരുടെ ട്രാക്കിനെ കുറിച്ച് ഓരോരുത്തരായിട്ട് നിങ്ങൾ ചെയ്ത, നിങ്ങൾ എഴുതിയ നിങ്ങളുടെ വർക്കിനെ കുറിച്ചിട്ട് ഓരോരുത്തരായിട്ട് പറയൂ. ഈ ആൽബത്തിലുള്ളത്, അൺക്രൗണ്ടിലുള്ളത് ഒരു പാട്ട് ഹണ്ട് എന്ന് പറഞ്ഞ ട്രാക്ക് സ്റ്റോറി ഒന്നുമില്ല, കാരണം ഞാൻ നേരത്തെ അത് എഴുതിയിട്ടുണ്ട്. ഞാനൊരു 2023 അത് ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള ട്രാക്കായിരുന്നു. അങ്ങനെ നോയിഡ് ഒരു ദിവസം നമ്മള് വൈറ്റിലുണ്ടായിരുന്ന റൂമിൽ ഞങ്ങൾ ഒരു സെഷൻ ഇരിക്കണ്ടായി. അന്നേരത്തേനും അല്ല വൈറ്റിലെ വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് പാടി കേൾപ്പിക്കുന്നത്. ഫസ്റ്റ് അത് പാടി കേൾപ്പിച്ച് ഇത് കൊള്ളാലോ, എഴുതി വെച്ചിരിക്കണം. അപ്പൊ ഫ്രീ വേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതുവരെ ഞാൻ എങ്ങും അത് ഫിക്സ് ചെയ്തില്ല. അപ്പം നോയിഡ് കായംകുളത്ത് വെച്ചിട്ട് ഞങ്ങള് നൊട്ടോറിസ്റ്റിയുടെ വീട്ടിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് പുള്ളി ഒരു ബീറ്റ് കേൾപ്പിച്ചു. ആ ബീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് ഞാൻ പിന്നെ കയറി സ്പിറ്റ് ചെയ്താ പാട്ട് കയറി. അപ്പൊ അതിനകത്ത് ഇരിക്കുന്നുണ്ട് കൊള്ളാന്നുള്ള രീതിയിൽ. പിന്നെ കുക്കി വെച്ചുള്ളായിരുന്നു. അപ്പൊ ഞാൻ ജിയുടെ സ്റ്റുഡിയോ, ജി ഇവിടെ ഇല്ല, ഒട്ടോറിസ് ജി പുള്ളിയുടെ സ്റ്റുഡിയോയിലാണ് ഞങ്ങൾ വരുന്ന വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ബീറ്റ് കുക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു വാ ഇറങ്ങിക്കോ, പരിപാടിയുണ്ട് വന്നോളാൻ പറഞ്ഞു. നേരെ വന്നു, ആൾ വന്ന് നോക്കിയപ്പോൾ ബീറ്റ് ഓക്കെ, സ്പിറ്റ് ചെയ്താൽ മതി. നേരെ സ്പിറ്റ് ചെയ്തപ്പോൾ തന്നെ കറക്റ്റിലായിട്ട് തന്നെ പാടി. സോ ദെൻ റെക്കോർഡ് അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്ത് ട്രാക്കായി. അപ്പൊ അതാണോ ഫസ്റ്റ് ട്രാക്ക്? ആദ്യം ഉണ്ടായ ട്രാക്ക്? ഇവന്റെ ട്രാക്കിനെ കുറിച്ച് പറഞ്ഞു. 2 ട്രാക്ക് ഉണ്ട് DK പെർഫോം ആയിട്ടുണ്ട് ആൽബത്തിനകത്ത്. ഫസ്റ്റ് ട്രാക്കിന്റെ കാര്യം പറയാം. വേറൊരു ട്രാക്ക് ഉണ്ട്, അത് ഞാനും ഷാസയും കൂടിയിട്ടാണ് അതിനകത്ത് വോക്കൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഷാസയും നോയിഡും കൂടെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കിടന്നു. ഡിസ്ക്ലെയിമർ, മദ്യപാനം ഹാനികരം സംടൈംസ്. എന്നിട്ട് എന്തുവാണ് അപ്പം കേറി ചെല്ലുമ്പോഴത്തേനും അന്നേരം അളിയന്മാര് നല്ല മൂഡിലിരിക്കുക, നല്ല ഹാപ്പി മൂഡിൽ സെറ്റ് ആയിട്ടിരിക്കുക. അപ്പം ബീറ്റൊക്കെ ഒരു നല്ലൊരു ഒപ്പിയൻ ടൈപ്പ് ബീറ്റ്, നല്ല ഹാർഡ് ഒരു ഇലക്ട്രിക് ബീറ്റ് ഒക്കെ ഇട്ട് ഷാസ അന്നേരം ഒരു വെറൈറ്റി ഇപ്പൊ നമ്മള് ഊന്നൊക്കെ പറഞ്ഞ വേറൊരു വോയിസ് അല്ലേ കേട്ടെ. അപ്പൊ അതുപോലെ തന്നെ ഷാസെ ഈ സൗണ്ട് കൊള്ളാലോ, ഇൻട്രസ്റ്റിംഗ് സാധനം. അങ്ങനെ അപ്പൊ ആളിന് എഴുതി കഴിഞ്ഞു ഓൾറെഡി. ഒരു 8 പാർട്സ് ഉണ്ട്. ബ്രോ എഴുതി കഴിഞ്ഞു. ഞാൻ അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ വന്നിരിക്കണേ. അപ്പം കൊള്ളാം, കേൾക്കും നല്ല രസമുണ്ട്. ഇതിങ്ങനെ റിപ്പീറ്റ്ലി പൊക്കോണ്ടേയിരിക്കും. അപ്പത്തേന് ഞാൻ പിന്നെ ഫോണൊക്കെ എടുത്ത് നൈസായിട്ട് എഴുതാന്ന് പറയും. അതൊന്നും പറ്റുന്ന ഇങ്ങനെ എന്താ ചെയ്യേണ്ടതിനകത്ത് പോയി കിളിയതൊക്കെ എഴുതി. ഞാനിപ്പോ അങ്ങനെ പിടിക്കാൻ നോക്കുന്നു. അപ്പൊ പിന്നെ വേണ്ട, എന്നാ ശരി, എന്നാ എന്റെ സാധനം തന്നെ ഇടാം, എന്റെ സാധനം ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ കുറച്ച് സമയം എടുത്തു. ഒരു അരമണിക്കൂറൊക്കെ എടുത്ത് വേഴ്സ് എഴുതി അതിന് മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ അവിടെ ആൽബത്തിന്റെ പരിപാടിയായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു കൊച്ചിയില്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ. അപ്പൊ ആ ടൈമിൽ അപ്പോൾ ഷാസെ സെഷന് വിളിക്കുന്നുണ്ട്. അപ്പൊ ആളെത്താൻ പറ്റില്ല. അപ്പൊ ജോലിയിലും കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ ആയിട്ട് ആള് ജോലിയൊക്കെ ആയിട്ട് ഹസിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എടാ പറ്റുമെങ്കിൽ നീ ഇറങ്ങ്. ഇവന് വലിയ താല്പര്യമായിരുന്നു ഈ സെഷൻസ് വന്നിരിക്കണം, കൂടി വർക്ക് ചെയ്യണം. പക്ഷെ ജോലി കാരണം അവന് എത്തുമ്പോൾ 9 മണി 8 മണിയൊക്കെ ആകുമ്പോൾ. എന്താണ് താങ്കളുടെ ജോലി? ആ ടൈമിൽ അവൻ
വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ എഞ്ചിനീയർ ആയിരുന്നു, ടെക്നിക്കൽ. അപ്പൊ വർക്ക് പ്രഷറും കാര്യം, അപ്പൊ അങ്ങനെ അവന് അത് കഴിഞ്ഞ സമയം കിട്ടുള്ളൂ. പെരിയ ആള് ഇല്ല അങ്ങനെ അവരിന്ന് ഇല്ലല്ല അന്ന് പെരിയ അന്ന് പറ്റി ഇത് പ്രഷറായിരുന്നു. ഇപ്പോൾ കമ്മിങ് ടു സ്റ്റോറി എന്ന് പറയുമ്പോൾ ലൈക്ക് അവൻ ആ പ്രഷർ ചെയ്യുന്ന അവൻ എങ്ങനെ കണ്ട് കളയണം, മൊത്തം എടുത്ത് കണ്ട് കളയണം. അപ്പൊ വെന്റ് ഔട്ട് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതിന് 12:30 മണിയാകുമ്പോൾ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചപ്പോ പറഞ്ഞടാ ഞാൻ ഇറങ്ങുക, എനിക്ക് ഐ ഹാവ് ടു സ്പീക്ക് ഇറ്റ് എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും നീ അവിടെ ഉണ്ടോ സെഷൻ ഇരിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇറങ്ങി 1 മണിയാകുമ്പോൾ നീ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നേരെ വന്നു. ഞാൻ അപ്പോഴത്തേക്കും അവിടെ ഞാൻ ഒരു സാധനം പിടിക്കണം എന്നിട്ട് ഞാൻ ഒരു സാധനം കുക്ക് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ സാധനം പിടിച്ചു. ആൾക്ക് മറ്റേ ഇരിക്കണമെന്നില്ലേ, എണീറ്റ് എഴുതുക എല്ലാം ഒരു വെന്റ് ഔട്ട് സെഷൻ ആയിരുന്നു. അവൻ ആ ഒരു ബ്ലോക്ക് എല്ലാം കളയണം എന്നുള്ള ആ ഒരു ഇതിൽ വന്ന് ആളൊരു സാധനം, ഒരു പുതിയൊരു സാധനം പിടിക്കണം എന്ന് പറഞ്ഞു. യൂഷ്വലി ചെയ്യുന്നതല്ല, സംതിങ് ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഈ ഒരു ട്രാക്ക് ചെയ്യണം എന്നുള്ളൊരു മൂഡായിരുന്നു. ഇന്ന ട്രാക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയകളൊന്നുമില്ല. ഐ ഹാവ് ടു ഡു സംതിങ്. എനിക്ക് അന്ന് ട്രാക്ക് ആവണമെന്നും നിർബന്ധമില്ല, ഒന്നുമില്ല. ജസ്റ്റ് പോയി ഇരിക്കുക, നോയിഡ് ആയിട്ടൊന്നും ഇരിക്കുക, ബീറ്റ് ഉണ്ടാക്കുക. ഓക്കെ, എനിക്ക് ആ എനർജി ഭയങ്കര ഇഷ്ടമാണ്, ആ സ്പേസിൽ ഷെയർ ചെയ്യണം. അപ്പൊ ചെല്ലുമ്പോൾ നോയിഡ് മാത്രമേ ഉള്ളൂ. ഞങ്ങളിരുന്ന് കുക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും DKP വന്നിട്ട് എന്താ ഇവിടെ സംഭവം, ഇങ്ങനെയൊക്കെയാണ് ട്രാക്ക്, ഇങ്ങനെ ആക്കി. കുറച്ച് കഴിഞ്ഞ് ട്രാക്ക് ഇട്ട് ലൈക്ക് ടേക്ക് എൻ്റെ കഴിഞ്ഞ്. അപ്പൊ DKP കുറച്ച് കഴിഞ്ഞിട്ട് നോയിഡിൻ്റെ അടുത്ത് ഞാൻ കയറട്ടെ, നോയിഡ് ഇയാളിത് എന്ത് ചോദ്യം ഇത്. അത് കഴിഞ്ഞിട്ട് വേഗം നോയിഡിന്റെ ആ അപ്രോച്ച് എല്ലാവർക്കും ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ്. സോ അപ്രോച്ച് ഈ ഇത് ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര, അതായത് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ട്രാവൽ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരാളുടെ വീട്ടിൽ സെഷൻ ഇരിക്കുക. അപ്പൊ നോയിഡിന്റെ ആ എഫേർട്ടും ഈ ആൽബത്തിൽ പറയേണ്ടതാണ്. അപ്പൊ അവന്റെ അല്ല കാര്യമായിട്ട് തന്നെ പറഞ്ഞു. ഇതില് തമാശ രീതിയിൽ ഞാൻ തമാശ പറയാറില്ല. അതെ, ഇപ്പൊ ഈ ആൽബത്തിലെ ട്രാക്സ് എടുത്തു നോക്കിയ പകുതിയും ബ്ലോക്ക് തീർത്തിറക്കിയ ട്രാക്കുകളായിരിക്കും. ബ്ലോക്ക് ബസ്റ്റർ ട്രാക്സ് ഉള്ളി. കാരണം ഇവര് പിടിക്കാത്തൊരു സൗണ്ടിങ്ങാ ഞാൻ ചൂസ് ചെയ്തത്. എനിക്ക് ഇഷ്ടമുള്ള, എനിക്ക് ഇവർ ഈ ട്രാക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നിയിട്ട് ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവർക്ക് കൊടുക്കുമ്പോഴത്തേന് അവരും വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള പ്രൊജക്ടുകളായിരുന്നു. ഇത് ഞാൻ ഇവന്റെ മോറിലേക്ക് എനിക്ക് തോന്നുന്നു ഇവനൊരു സാധനം ഇങ്ങനെ ഉണ്ടാക്കിയത് ഇവനൊരു പ്രോസസ്സിൽ അവന്റേതായിട്ടുള്ള ഒരു പ്രോസസ്സ്. അപ്പൊ കൂടുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെക്കാട്ടും ഇവർക്ക് ഒരെണ്ണം എറിഞ്ഞു നോക്കാം, ഇങ്ങനത്തെ ഒരു സാധനം ഇവരുള്ളപ്പോ ഇട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ നോക്കുന്ന. ചിലപ്പം ശരിയാവും, ചിലപ്പം ശരിയാവില്ല. ഓരോ ദിവസവും ഉണ്ട്, ഓരോ മൂഡും ഉണ്ട്. ചിലപ്പം ഓരോരുത്തർക്ക് ഓരോ ദിവസം ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല. ഇപ്പൊ ഇന്ന് കേട്ടിട്ട് ചിലപ്പോൾ വർക്ക് ആവാത്ത സാധനം നാളെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഐഡിയ കിട്ടിയേക്കാം. അങ്ങനൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ കണക്ഷൻ എല്ലാവരും തമ്മിലുള്ളത് കൊണ്ട് when we sit we make something good out of it. We try to. അതാണ്. ഓക്കെ, അപ്പൊ ആള് പറഞ്ഞ പോലെ ഒന്നത് കേൾപ്പിച്ചു തരും എനിക്ക്. കറക്റ്റ് അവിടെ എന്താ സംഭവിച്ചത് അത് കുറച്ച് പാടാണെന്ന് പറയല്ലേ. അത് ഞാൻ പറഞ്ഞില്ലേ, എൻറ്റയർലി ആ ഒരു അപ്പ് ഉണ്ടാവണ ഒരു എനർജി എന്നാണ് ആ വോക്കല് വന്നേക്കണേ. ഇപ്പൊ ഈ ഒരു സമയത്ത് ആ വോക്കല് കിട്ടാൻ കുറച്ച് പാടാണ്. ഏകദേശം ആ വോക്കല് പോലെ തന്നെ ഇരിക്കും. നമ്മുടെ DKP പറഞ്ഞ അതേ വോക്കല് പോലെ തന്നെ. എന്നിട്ട് ഇങ്ങോട്ട് വോക്കൽസ് ഉണ്ടല്ലോ, ഞാൻ ഒരു വോക്കൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഒറിജിനൽ വരുമ്പോ ഞാൻ 2 കൂടെ കേട്ടോളാം. ഇറങ്ങിട്ട് റിലീസ് ആയിട്ടില്ല, റിലീസ് ആവാത്ത സാധനം ഞങ്ങൾ പെർഫോം ചെയ്തു. ഡ്യൂ ടു ഹൈ ഡിമാൻഡ്. അപ്പൊ അത്ര ഹൈപ്പാണ്, അത്ര ഹൈപ്പ് ട്രാക്കാണ് അത്, സീൻ ട്രാക്കാണ്. അങ്ങനെ ഒരു പോയ ആൽബത്തിൽ ഒരു ട്രാക്കാണ് ഇത്. അതെ, അങ്ങനെ എവിടെയോ തുടങ്ങാനിരിക്കുവായിരുന്നു കേട്ടോ, നിങ്ങളത് ഊതിക്കെടുത്തി. ഇല്ലില്ല, അയ്യോ അല്ല അവനോടൊന്നും ചോദ്യം ചോദിച്ചില്ല. ഇങ്ങനെ പോവാണ് ഞാൻ, അങ്ങനെ ഒളിച്ചിരിക്കാണ് കേട്ടോ. ഞാൻ ഒളിച്ചിരിക്കാനല്ല, ഇവൻ എന്റെ ഫ്രണ്ടിൽ കയറിയിരിക്കുന്നത്. അത് ശരിയാണ്. ഇങ്ങനെ ഒരാളെ മിസ്സാക്കൂല, ഒരാളെ ഒളിച്ചിരുന്ന ഇങ്ങനെ അങ്ങ് വരും, എല്ലായിടത്തേക്ക് വരും. അടുത്ത ട്രാക്ക് which one is your track? ഈ എന്റെ ഇതില് ട്രാക്കിന്റെ പേര് തുറന്നു പറച്ചിൽ എന്നാണ്, ഫീച്ചറിങ് ലിൽ ചാത്തൻ. ആള് ഇന്നിവിടെ വന്നിട്ടില്ല. ഷൗട്ട് ഔട്ട് ചാത്തൻ. ഷൗട്ട് ഔട്ട് ചാത്തൻ, ലിൽ ചാത്തൻ. സോ ഈഫി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് പോയപ്പോഴാണ് അവൻ പറഞ്ഞു അതേ മുകളിലൊരു സർപ്രൈസ് ഇരിപ്പുണ്ട്. മുകളിലത്തെ നിലയിലായിരുന്നു. അപ്പൊ മേളിൽ ചെന്നപ്പോഴത്തേക്കും നോയിഡ് അവിടെ ചെന്നപ്പോഴത്തേക്കും നോയിഡ് നമ്മള് മീറ്റ് ചെയ്തു. അവള് വാഴക്കാരി
അപ്പൊ അവന്റെ ഒരു ട്രാക്കിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മൾ സംസാരിച്ചു. അപ്പൊ നോയിഡ് പറഞ്ഞു ലേക്ക് ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ കേൾപ്പിച്ചു. ഞാനും ഈഫിയും ആദ്യം ചെയ്യാൻ വെച്ചിരുന്ന ഒരു ട്രാക്കാണ്. പക്ഷെ അവൻ ബിസി ആയതുകൊണ്ട് പിന്നെ ദിൽചാത്തൻ വന്നതാണ്. നേരെ അവനപ്പൊ തന്നെ ബീറ്റ് ഇട്ടു. എനിക്ക് അപ്പൊ തന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പൊ തന്നെ ഹുക്ക് എഴുതി ആ മൊമെന്റിൽ തന്നെ എനിക്ക് ഹുക്ക് കിട്ടി. അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. എനിക്കൊരു 3 to 4 weeks ഞാൻ എന്റെ സൈഡ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അവനും അവന്റെ ആ ഒരു ആൽബത്തിന്റെ ഒക്കെ വർക്കിലായോണ്ട് E3 തിരക്കായി പോയി. അപ്പൊ അവനോട് തന്നെ ചോദിച്ചു എന്നാ അടുത്ത ട്രാക്കിൽ നമുക്ക് പിന്നെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് നേരെ ചാത്തൻ അപ്പൊ തന്നെ ഞാൻ അവനെ കേൾപ്പിക്കാ. എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ എപ്പോഴും കേൾപ്പിക്കാറുണ്ട്. അപ്പൊ തന്നെ ഇതില് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാ ഇതുപോലെ ഈഫി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ലേറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ നോയിഡിനോടും പറയുന്നുണ്ട് നോയിഡ ഈഫി എന്തെങ്കിലും പറഞ്ഞ. അപ്പൊ ഞാൻ അവസാനം അവനെ വിളിച്ച് ചോദിച്ചു എടാ ഇന്നപോലെ എനിക്ക് താല്പര്യമുണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇറക്കണം. അപ്പൊ അവനും ബിസിയാണ്. അവന്റേതായിട്ടുള്ള ഒരു വർക്കിൽ തിരക്കായപ്പോഴത്തേക്ക് നേരെ ചാത്തിന് കൊടുത്ത് ചാതന അപ്പത്തെ സെറ്റ് ചെയ്തിങ്ങനെ ഫുൾ ഐഡിയ. പിന്നെ നമ്മള് വരികൾ കേൾക്കുമ്പോ തന്നെ അറിയാം ആള് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആണ് അത് വന്നെ. പിന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നോയിഡ് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു അതും ഭയങ്കര ഒരു ആയിരുന്നു. ലൈക്ക് അത് വീണ്ടും ഒന്ന് അതിനൊന്ന് മിനുക്കി ലൈക്ക് അതൊന്നൊക്കെ അടിപൊളിയാക്കി അങ്ങനെയാണ് ഈ ട്രാക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഒന്ന് മിനിക്കിന് ശേഷം അന്ന് ഈവനിങ് തന്നെ നമ്മൾ ഫൈനൽ റെക്കോർഡ് എടുത്തു. ഫൈനൽ റെക്കോർഡ് എടുത്തു. അത് തന്നെ അപ്പൊ തന്നെ ആ ഒരു അന്തരീക്ഷം കളയണമെന്ന് അപ്പൊ തന്നെ വൈകിട്ട് തന്നെ നമ്മള് ഇവിടെ തമ്മത്ത് സ്റ്റുഡിയോ ബുക്ക് ചെയ്ത് പരിപാടിയായി നടത്തി. അതിന്റെ അകത്ത് ഒരെണ്ണേ ഉള്ളൂ. പക്ഷെ വേറെ ചെയ്യാനിങ്ങനെ ചെറിയൊരു കഷ്ണം കുഴപ്പമില്ല. ഇതിന്റെ ഹുക്ക് ഞാൻ അപ്പൊ അവരുണ്ടാക്കിയത് ഹുക്ക് പാടാം. എടാ നിങ്ങൾക്ക് കൂടി പറഞ്ഞോട്ടെ ഇടയ്ക്ക് എന്നെ കൊണ്ട് മാത്രം പാടിക്കുന്നത്. ഓക്കെ സോ അപ്പൊ എന്റെ ട്രാക്കിന്റെ ആ ഒരു ഹുക്ക് മാത്രം ഞാൻ പാടാം. അപ്പൊ അത് വന്നെങ്ങനെയാണ്. കടന്ന കാലം പറഞ്ഞ കാതൽ എഴുതി വാതിൽ തുറന്നതാ. എരിവ് നാളും നടന്നു തുലഞ്ഞു വീണ്ടും കാലം പറഞ്ഞതാ. തിരിഞ്ഞു നോക്ക് തുറന്നു പറച്ചിൽ എഴുതി വാതിൽ തുറന്നതാ. മാളത്തിൽ കേരളം നടന്നു വലഞ്ഞു വീണ്ടും കാലം പറഞ്ഞതാ. കടന്ന കാലം പറഞ്ഞ കാതൽ എഴുതി വാതിൽ തുറന്നതാ. എരിവ് നാളും നടന്നു തുലഞ്ഞു വീണ്ടും കാലം പറഞ്ഞതാ. തിരിഞ്ഞു നോക്ക് തുറന്നു പറച്ചിൽ എഴുതി വാതിൽ തുറന്നതാ. മാളത്തിൽ കേരളം നടന്നു വലഞ്ഞു വീണ്ടും കാലം പറഞ്ഞതാ. ഇത് ഈ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുമ്പോഴേ ഇതൊരു എന്താ പറയുന്നത് ലാർജർ ദാൻ ലൈഫ് പരിപാടിയാണല്ലോ. ഇതിങ്ങനെ ഈ ആ എനർജി കീപ്പ് ചെയ്തോണ്ട് പോകണ്ടല്ലേ നമ്മള് ലൈവായിട്ട് പെർഫോം ചെയ്യുന്നത്. How do you guys do it? കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ ഇത് പാടുമ്പോഴല്ലോ നിങ്ങളുടെ മുഖമൊക്കെ ചുമന്ന് നിങ്ങളങ്ങ് നമ്മള് സ്ട്രെങ്ത് എടുത്തിട്ട് പാടുന്നതാണല്ലോ. അപ്പൊ അതിന്റേതായിട്ടുള്ള പിന്നെ അത് ഇങ്ങനെ ചെയ്ത് ഒരു വോക്കലിലേക്ക് നമ്മൾ വരും. പിന്നെ പെർഫോം ചെയ്യുന്നതിന് തലേദിവസം നമ്മൾ ഒന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങള് പെർഫോം ചെയ്യുന്ന ഇപ്പൊ നമ്മള് ചിത്ര ചേച്ചിയൊക്കെ പറഞ്ഞേക്കാറില്ലേ പെർഫോം ചെയ്യുന്നതിന്റെ അന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഞങ്ങൾ പിന്നെ മിണ്ടില്ല സംസാരിക്കാതെ അതായത് വോയിസ് റെസ്റ്റ് കൊടുക്കുന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്യോ? നമുക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നേരെ കേറാ. അല്ല വേണ്ട, ഇറ്റ്സ് ഓൾ അബൌട്ട് വോയിസിനോ ശബ്ദം കൊണ്ടുള്ള പരിപാടിയാണല്ലോ. നമ്മള് ശബ്ദ തൊഴിലാളികളാണല്ലോ. ബെറ്റർ നല്ലതാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. വരാറില്ല. ഇത് തലേദിവസം പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, അടുത്ത അൺക്രൗണ്ടിലെ നമ്മുടെ ഭാഗം ട്രാക്ക്. അൺഗ്രൗണ്ടില് ഞാൻ ചെയ്തേക്കുന്ന പാട്ട് എന്റെ പേര് ഭയങ്കര എന്നാണ്. ബാങ്ങർ. അപ്പം സൗത്ത് സൈഡിലെ തന്നെ ഏറ്റവും 2 കൊലകൊമ്പന്മാരായ 2 ലെജൻഡറി റാപ്പേഴ്സിനൊപ്പം കുറച്ച് വരികൾ പങ്കുവെക്കാൻ എനിക്ക് അവസരം തന്നു നോയിഡ്. ആ ലെജൻഡറി റാപ്പേഴ്സ് ഒന്ന് തിരിച്ചിട്ടാലും സെയിം സെയിം തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും പേര് സെയിം ആയി വരുന്ന കവി മ്യൂസിക്. അപ്പൊ ഞങ്ങള് 3 പേരും കൂടെയാണ് ഈ പാട്ട് ചെയ്തേക്കുന്നത്. കൂടുതൽ നിങ്ങൾ 3 പേരും കൂടെയാണ് എഴുതിയേക്കുന്നത്, 3 പേരും കൂടെയാണ് പാടിയേക്കുന്നത്. നമ്മള് എല്ലാരും നമ്മൾ എഴുതുന്നത് നമ്മുടെ പാടുന്നതല്ല, നമ്മുടെ ലിറിക്സ് തന്നെയാണ് പാടുന്നത്.
അവരവരുടെ ലിറിക്സ് അവർ തന്നെ, എവരിബഡി ഈസ് എ റൈറ്റർ. അതായത് പെർഫോം ചെയ്തേക്കുന്ന ആളുകൾ തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും MCs ആണ്. കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം ഒരു പാട്ടുണ്ടാക്കുമ്പോ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അങ്ങനത്തെ ഒരു സാധനമല്ലേ ഇത്. ഈ പാട്ടിൽ എനിക്കത് നല്ലോണം ഫീൽ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഈ പാട്ടിലേ ഉള്ളൂ, അപ്പത്തേനും എനിക്ക് ഇത് എഴുതിയപ്പം എനിക്കത് നല്ലോണം വെച്ചാൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചോളം. എന്നുവെച്ചാൽ ആദ്യത്തെ ദിവസം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ എല്ലാരും പാട്ട് ചെയ്യുന്നു, കവിയൊക്കെ നിന്ന് പാട്ട് ചെയ്യുന്നു, ഈ പാട്ട് മറ്റേ പാട്ട്. പിറ്റേ ദിവസം ഞാൻ നാളെ പാട്ടുണ്ടാക്കിയിട്ടേ ഓർത്തുള്ളൂ. എന്നിട്ട് പിറ്റേ ദിവസം ബീറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നപ്പോ തന്നെ ഞാൻ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. എഴുതി വെട്ടി കുത്തി നേരത്തെ പറഞ്ഞ ആ സെഷൻ, നേരത്തെ നമ്മൾ എല്ലാവരും ഇരുന്ന ഒരു സെഷന്റെ കാര്യം പറഞ്ഞില്ല. അതിന് ആദ്യമേ ശ്രേയ റെക്കോർഡ് ചെയ്ത് അത് കഴിഞ്ഞ് തൊട്ട് കുറെ കവി കയറി, അടുത്തത് പിന്നെ പെട്ടെന്ന് ഞാൻ തന്നെ സെക്കൻഡ് സെറ്റ് അല്ലേ നമ്മളാ ഇതിലേക്ക് വന്നു. എല്ലാവരും സെക്കൻഡ് ഡേ ഒരു സോണിലോട്ട് എത്തി. ഫസ്റ്റ് ദിവസം എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നുള്ളത്, കുറെ ട്രാക്സ് ഒക്കെ സ്ക്രാപ്പ് അവിടെ നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നു. ഞങ്ങള് കുറെ പാട്ട് ഞങ്ങളെ ഇത് കേട്ടു. ഇവര് രാത്രി ലേറ്റ് നൈറ്റ് ആവും. ഇവരുടെ ഡേ അടുത്ത ദിവസമായിരുന്നു. ഇപ്പൊ ഇവര് നൈറ്റ് ഞാൻ മെസ്സേജ് ഇവിടെ നാളെ ഇറങ്ങുമെന്ന് വെച്ചു. അപ്പൊ അനു മെസ്സേജ് അയച്ചു, എടാ ഇപ്പൊ തന്നെ ഞങ്ങൾ ഒറ്റ മൈൻഡിൽ ഇങ്ങനെ നൈറ്റ് അങ്ങ് ഇറങ്ങട്ടെ പറഞ്ഞ 2 മണിയായപ്പോ പറഞ്ഞ എന്നാ ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക, നേരെ ഇറങ്ങിക്കോ. കോട്ടയത്തുനിന്ന് കായംകുളം അല്ലേ, നൈറ്റ് ഡ്രൈവ് ചെയ്ത അവന്മാര് വന്നിട്ട് നേരെ നോക്കുമ്പോൾ ഞങ്ങൾ ഓൾറെഡി സെഷനിലിരിക്കുവായിരുന്നു. അപ്പൊ തന്നെ അന്നേരത്തെ ട്രാക്കിംഗ് കേൾപ്പിച്ച് ഇവന്മാര് പംപ്ഡായി. യു ഹാവ് ടു ഡു സംതിങ്. പിന്നെ പിറ്റേ ദിവസം പിന്നെയും ഫ്രഷ് ആയിട്ട് ഒന്നും കൂടി ഇരുന്നു എല്ലാവരും. അന്നേരം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഓണായി ഓരോ ട്രാക്സുകൾ ചെയ്ത് അങ്ങനെ അവന്മാര് കയറി വന്നപ്പോ കൊള്ളാം, നല്ല പരിപാടിയായിരുന്നു. അപ്പൊ ഒരു ട്രാക്ക് ഈസ് യോസ്, ഇതിലെ ഒരു ട്രാക്ക് ആണുള്ളത്. നിങ്ങൾ 3 പേരും കൊണ്ടുള്ള ഒരു ട്രാക്ക്. അതിന്റെ എനിക്ക് എന്റെ ഒരു ഇത് എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവർ രണ്ടുപേരും ഓൾറെഡി ഹുക്ക് അല്ലെങ്കിൽ സ്ലേവ് തുടക്കമൊക്കെ കൊന്നു കളഞ്ഞു. കവി വന്നിട്ട് അടുത്ത് വന്ന് കില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കിൽ ചെയ്ത ഇതൊന്നും അറിയാതെ പുറത്തിരിക്കണ എന്നോട് കൊന്നു കളഞ്ഞെന്നൊക്കെ പറഞ്ഞു. മനസ്സിലായി. അപ്പൊ ആ ട്രാക്കില് രണ്ടുപേരും ഓൾറെഡി പാട്ട് ചെയ്ത് കഴിയും. ഇവന് കുറച്ച് ഇതായിരുന്നു, സ്റ്റിൽ ഈസ് റൈറ്റിംഗ്. അപ്പൊ പലതും ചേഞ്ച് ചെയ്യുന്നു, വെട്ടിക്കീറി കളയുന്നു. ഇങ്ങനെ നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യാണ് ഇവൻ എന്തായിരിക്കും ഇടാൻ പോകുന്നതെന്നുള്ളത്. ഇവൻ പറഞ്ഞു പ്രോപ്പർ വേറെ സൗണ്ടിങ്ങിലായിരിക്കും എടുക്കാൻ പോകുന്നത്. അപ്പൊ റെക്കോർഡിങ്ങിനാകുമ്പോഴത്തെ എനിക്ക് മനസ്സിലായി, വെളിയിരിക്കുമ്പോൾ നമുക്ക് ഇവരൊക്കെ കേൾക്കുമ്പോൾ ലൈക്ക് ഇതെന്തോ ചെയ്യാൻ പോകുന്നൊരു പിടുത്തല്ല. ഞാനിവന് ഹെഡ്സെറ്റ് മാത്രം ഇരുന്ന് വർക്ക് ചെയ്തോണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു വേറെ സാധനമാണ്. സൗണ്ടിങ് വൈസും സ്റ്റിക്കിന്റെ യൂഷ്വൽ സാധനമല്ല അവൻ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഇവരെല്ലാം ചിരിച്ചത് ഞാൻ അപ്പഴേ പറഞ്ഞത് അടിപൊളി സൗണ്ട് അങ്ങനെ തന്നെ പിടിക്കാൻ പറഞ്ഞില്ല. കുറച്ച് അലമ്പായിരുന്നു. പറയൂ കുട്ടിക്ക് ഇതിൽ എത്ര ട്രാക്കുകളുണ്ട്? എനിക്ക് 2 ട്രാക്കാണുള്ളത് ഇതിനകത്ത്. ഞാനിപ്പോ ഇവര് പറഞ്ഞ സെഷൻ ബാങ്കറിന്റെ ഈ സെഷനില് ലാസ്റ്റ് എത്തണ ഞാനാണ് ഇവിടുന്ന്. അപ്പൊ ആദ്യം നിങ്ങളൊക്കെ ലാസ്റ്റ് എത്തുന്നു. കാരണം ഞാൻ ചെന്നപ്പോ ഇവര് മറ്റേ ചക്കപ്പുഴുക്ക് എന്നൊക്കെ പറഞ്ഞ് കൊറേ ട്രാക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാരും സെറ്റാ. എക്സോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചുമ്മാ കുറെ സെഷൻസ് ഉണ്ടായിരുന്നു. അത് ലൈക്ക് അവിടെ ചെന്നപ്പോ ഇങ്ങനെ കേൾപ്പിച്ചായിട്ട് സെറ്റ് ചെയ്തല്ല. ഒരു ബീറ്റ് ഉണ്ടാക്കിയപ്പോ അതൊരു ഭയങ്കര ഫണ്ണി സാധനത്തിൽ ചുമ്മാ പാട്ടായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. വായി തോന്നിയൊക്കെ എല്ലാരും വിളിച്ചു പറഞ്ഞു അങ്ങനെ സാധനം ഉണ്ടാക്കിയതാ. അതും കേട്ടോണ്ട് ഇവൻ വരുന്നത്. ഇവിടെ എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ള മൂഡിലാവാൻ വരുന്നത്. കാരണം ഞാൻ ഇവിടെ പോസ്റ്റ് അടിച്ച് നിന്നപ്പോ ഇവര് വിളിച്ചിരുന്ന സെഷൻ ഇരിക്കാൻ പോവാ. അപ്പൊ ഞാൻ രാത്രി ഇവിടുന്ന് ട്രെയിൻ കയറി നേരെ അവിടെ എത്തിയപ്പോണെങ്കിൽ എല്ലാരും ട്രെയിൻ ഞാൻ അന്ന് എറണാകുളത്ത് നിന്ന് അറിയുന്നതിനോർത്ത്. അതാണ് ട്രെയിൻ. അപ്പൊ എങ്ങോട്ട് പോയേ? കായംകുളത്താണല്ലോ സംഭവിക്കുന്നത്. ഓക്കെ. അല്ലാണ്ട് എങ്ങനെയൊക്കെ എറണാകുളത്ത് നിന്ന് ആലുവയിലേക്ക്? അല്ല, അതാ ഞാൻ ചോദിച്ചത്. ഞാൻ ഇവിടെയാണ്, നമ്മൾ ഇവിടുന്നാണല്ലോ സംസാരിക്കുന്നത്. എവരിതിങ്സ് ഹാപ്പനിങ് ഹിയർ എന്നുള്ള ജിയുടെ സ്റ്റുഡിയോ ആയിരുന്നു നമ്മളത് യൂസ് ചെയ്തത്. ജി ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞാനും ജിയും കൂടെ ഒരു ചെറിയൊരു സെറ്റ് ബെഡ്റൂം സ്റ്റുഡിയോ ആണ്. ഞങ്ങൾക്ക് എല്ലാം വർക്ക് ചെയ്യാൻ റെക്കോർഡ് ചെയ്യാൻ ഒരു സെറ്റപ്പ്, ഒരു ചെറിയ സെറ്റപ്പ്. ഞങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ റെക്കോർഡിങ്ങിനൊക്കെ വരുവാണെങ്കിൽ എറണാകുളത്തോട്ട് വരേണ്ടി വരും. അതിപ്പോൾ എല്ലാ ആർട്ടിസ്റ്റിനും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ റെക്കോർഡിങ്ങിനൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറി. അപ്പോൾ ചെറിയൊരു സെറ്റപ്പ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഇന്റർഫേസും ഹോം സ്റ്റുഡിയോ ചെയ്തിട്ടുണ്ട്. സോ അവിടെ അങ്ങോട്ടേക്ക് ഇവിടെ ഫ്രീ ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാം. എല്ലാവരും ഒരു ഒരു ഇതുമില്ല. നമുക്ക് ഇങ്ങോട്ട് വരിക, നമുക്ക് സെഷൻ ഇരിക്കാൻ വേണ്ടി എടുക്കുക, ഇന്ന ടൈമിൽ തീർക്കണം അങ്ങനെയൊന്നുമില്ല. വരിക, നമുക്ക് പാട്ടുണ്ടാക്കാം. അങ്ങനെ ഒരു കൂടിയൊരു സ്പേസ് ആണ്. പിന്നെ ഇവിടെ
പിന്നെ അവിടെയാണ് റെക്കോർഡിങ്ങും പരിപാടിയെല്ലാം തന്നെ. ബാംഗ്ലൂരിന്റെ തന്നെ ആണെങ്കിലും അവിടെ തന്നെ റെക്കോർഡ് ചെയ്ത വോക്കൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ വിചാരിച്ച സെക്കൻഡ് ഒരു നല്ലൊരു സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്യണോ, പക്ഷെ റോയ്ക്ക് അതിൻ്റെ ഒരു ഫീലുണ്ട്. രണ്ടാമത് റെക്കോർഡ് ചെയ്തപ്പോഴും നമുക്കത് വരുമെന്ന് തോന്നുന്നില്ല. അതിന്റെ ആ ഒരു സോള് കിട്ടി, ആ ഒരു റോനെസ് സോള് കിട്ടി. പിന്നെ അത് തന്നെ കീപ്പ് ചെയ്തു. പിന്നെ പ്രോപ്പർലി ഒന്ന് മിക്സ് മാഷും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ആ സൗണ്ട് തന്നെ മതി യൂസ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയാണ് അതിന്റെ പ്രോസസ് വന്നത്. അത് എങ്ങനെ തന്നെ അങ്ങനെ കേറി ട്രെയിൻ കയറി നമ്മള് കായംകുളത്ത് എത്തി. ട്രെയിൻ കയറി ഞാനിങ്ങനെ നല്ല മഴയുള്ള രാത്രിയാണ് ഞാൻ ഇങ്ങനെ കായംകുളത്ത് എത്തി. ഇവരെന്നെ പിക്ക് ചെയ്യാൻ വന്ന്. ഞങ്ങൾ ചെന്നപ്പോ ഇവര് മറ്റേ ഓൾറെഡി സെഷനൊക്കെ സെറ്റ് ചെയ്ത് ഓൾറെഡി ട്രാക്ക് ഒക്കെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എത്ര ട്രാക്ക് 2-3 ട്രാക്ക് എന്തോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ എനിക്ക് ഞാൻ ഇൻസ്പയർ ആവാണ്. ഞങ്ങൾ സർക്കിളിൽ ഇപ്പൊ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നോയിഡ് പറഞ്ഞല്ലേ, ഇവര് അറിയാവുന്ന ഒരു ഫാക്ടറാണ് എല്ലാരും വരാൻ. പക്ഷെ അത് മാത്രമല്ല, കാരണം അറിയാവുന്ന കുറെ പേര് ആൽബത്തിൽ ഇല്ലാത്തതുണ്ട്. ലൈക്ക് ഇത് വന്ന് എന്റെ ഒപ്പം ആയ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു രീതിയിലാണ്. അപ്പൊ ഞാനും ഇൻസ്പയർ ആയി. ഇവരെല്ലാരും ഉണ്ട്. അപ്പൊ സ്റ്റിക്കൊക്കെ ഉണ്ട്. ഫാൻ ബോയ് മൊമെന്റ് എനിക്ക് പകുതി ക്ലിക്ക് ആവുന്നില്ല. ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് സെറ്റ് ആവും. എന്നിട്ട് ഇങ്ങനെ ബാങ്ങർ ട്രാക്ക് കുക്ക് ചെയ്ത് അവിടെ നീ പറഞ്ഞ പോലെ എഴുതി സെറ്റ് ചെയ്ത് പെട്ടെന്ന് കാരണം നമ്മള് വേറൊരു സോണിലേക്ക് നമ്മൾ കയറും. നമ്മൾ കൂടെ ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന സോണാണെങ്കിൽ അത് ഭയങ്കര എന്താ പറയുക ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഒരു എന്താ പറയാ നമ്മുടെ വർക്ക് ഫ്ലോ കുറച്ചുകൂടെ സ്പീഡ് ആവാനും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചുറ്റുള്ള ആൾക്കാരുടെ അത് നമ്മൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഓരോ സ്ഥലത്തെ എനർജി നമ്മൾ റീഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് എഴുതി തീർത്തു. അത് കഴിഞ്ഞിട്ട് സ്റ്റിക്ക് ആണെങ്കിൽ ഞങ്ങൾക്ക് പിള്ളകളി മുക്കിക്കുളി ഇതാണ് ഞങ്ങൾ പറഞ്ഞെങ്കിൽ സ്റ്റിക്ക് അവിടെ സമയം എടുത്ത് എഴുതി ഇങ്ങനെയൊക്കെ ഒരു നല്ല പ്രോസസ് ആയിരുന്നു. അപ്പൊ നിങ്ങളിപ്പോ നമ്മള് ഒരു റാപ്പിന് ലിറിക്സ് എഴുതുമ്പോ അതിൽ തലയിൽ ഒരു കോണ്ടന്റ് ഉണ്ടാവില്ല, ഇന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം, അങ്ങനെ ഉണ്ടാവില്ല. എന്തെങ്കിലും സാധനത്തിൽ തുടങ്ങി ഞാൻ കുറച്ചും കൂടെ റൈം ഡ്രിവൺ ആയിട്ടാണ് എഴുതുന്നത്. ഐ ബിലീവ് ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ റാപ്പിൽ എഴുതുമ്പോൾ പൊതുവെ അതാണ് റൈറ്റ് വേ ടു അപ്രോച്ച് ചെയ്യേണ്ട റൈറ്റ് വേ അതാണ്. അന്തരീക്ഷത്തിന്റെ അതൊന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ ഇതിരുന്നിങ്ങനെ എഴുതുമ്പോഴേ എന്തായാലും യു ഗൈസ് എക്സ്പീരിയൻസ്ഡ്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോ എല്ലാവർക്കും അറിയാലോ കൂടെ ഇരിക്കുന്ന ആളുകൾ എത്ര ചില്ലറക്കാരല്ല. അപ്പൊ അവരെന്തായാലും നന്നായിട്ട് എഴുതുന്നു. പക്ഷെ സ്റ്റിൽ ചില ലിറിക്സ് കേൾക്കുമ്പോൾ നമ്മൾ ഇവനിത് എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ചില സാധനങ്ങൾ ഉണ്ടാവില്ല. അങ്ങനത്തെ ഏതെങ്കിലും പറയാം. നീയാണെന്ന് വേട്ടമൃഗം. I don't believe in this. സീരിയസ് ആയിട്ട് ഞാൻ ഇതിലെ ഈ ട്രാക്കിലെ സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഇവൻ ചെയ്തോണ്ടിരുന്നപ്പോ ഇവന്റെ അതിന്റെ അകത്തെ ഫ്ലോ നോൺ സ്റ്റോപ്പ് മറ്റേ ഫാസ്റ്റ് ഫ്ലോ ആണ്. സ്ലൈഡ് അതിന്റെ അകത്തെ മറ്റേ ലിറിക്സ് ഉണ്ടല്ലോ, അത് തന്നെ. ഇവന്റെ ഫ്ലോ സ്വിച്ച് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. സ്പിറ്റ് ചെയ്യോ ആയിരൊക്കെ അതിന് മുഴുകും ഈ കാവ്യം അത് വലിയ കാര്യം. വേണ്ടവൻ നടന്നോളും വരിയുടെ ആഴം മളവില് കവിയുടെ ഞാനും ഇവിടുന്ന് ഞാനും മുന്നിൽ നീ പിന്നെ നീയും എല്ലാം ഇന്ന് താളത്തിൽ ചാടും. നമ്മളൊക്കെ ഒരു നാൾ ഇവിടുന്ന് പോകും ഉള്ള നാൾ പൊളി എല്ലാരും. Game over as I walk over this note since he beats aim for it then we do with my dreams clear as the see through. I'm coming in still the clear view. Southside we be cooking up hits. I'm in the club with the Calican bitch and I know particular flows of the switch. Running the show and the show's hella late. We go to cover deliver whenever needed with too many ready game in Mumbai നമ്മളെ lead shooting at any റീത്തിന്റെ കൂടെ നീ റീത്തിങ് ചെയ്യാൻ ഇതായത് നീട്ടുന്ന റൈം വീട്ടിയ കടങ്ങൾ റൈറ്റിംഗ് ഇറ്റ് ഡൗൺ വീട്ടിൻ ദിസ് ടൈം വീതിച്ച് കൊടുക്കാൻ മുറുക്കി കനവിധി എഴുതി ഞാൻ ജീവിതമാക്കി മനമത് പറഞ്ഞത് ബാക്കി താളം തെറ്റിയപ്പോ ബോധപൂർവം അത് റൈമുകളാക്കി ഭാഷതി ചാക്കിൽ കേറ്റി നീ തോളിൽ താങ്ങില ഭാരം ഹാഫ് ഓഫ് ദിസ് റാപ്പേഴ്സ് മാനിന്റെ വാം ചെന്നതും വന്നതും പോയതും കിട്ടിയതും കണ്ടതും കേട്ടതും കൊണ്ടതും വാക്കിൽ ഇടിയെങ്കിൽ ഇടി God no clues won't go back till you see some bruise brain game lady the awesome crew who give two shit city cruise give you close up shoot then a close line knocks you down then kiss my boot make a bitch say that she miss you too. അടുത്ത സ്റ്റിക്കാണ് അവിടെ സ്റ്റിക്ക് ആദ്യം തന്നെ കൈയടിച്ച് പാസ്സാക്കി. ഞാൻ വെച്ച് അവനോട് സ്വിച്ച് ചെയ്യുന്നു. ഞാൻ അതല്ലേ നിന്നെ നോക്കിയത്. അപ്പൊ കവി പറഞ്ഞു കവിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എന്ത് പെർഫോമൻസ് തോന്നിയൊരു സാധനം ഉണ്ടെന്ന്. വാട്ട് അബൌട്ട് യു ഗൈസ്?
അങ്ങനെ ഈ കൂട്ടത്തിൽ ഒരാൾ എഴുതി വെച്ചേക്കണ സാധനം കേൾക്കാൻ അത് എല്ലാവരുടെയും ഉണ്ട് കേട്ടോ. എല്ലാ ട്രാക്കിലും ഓരോ ട്രാക്കിലും ഓരോരുത്തർ ഞാൻ പറഞ്ഞ ഒരു few റിയൽ കോംപ്ലിമെന്റ്സ് ആയിട്ട് not fake. ശരിക്കും ആ അതൊന്ന് പാടി ബാക്ക് ബെഞ്ചേഴ്സ് ഞങ്ങൾ ചെകുത്താനുണ്ടായ പുള്ളേഴ്സ് ട്രോളി പുള്ളേഴ്സ് നേരത്തെ പോലെ ജോയിൻ ചെയ്തിട്ടോ നിങ്ങള് Back benchers, ഞങ്ങൾ ചെറുത്താനുണ്ടായ പിള്ളേഴ്സ്, trolley pullers, counting all of this money, but we are no muffin burgers. കടങ്ങൾ തന്നത് കരകൾ കേട്ടണം, പരങ്ങൾ കിട്ടിയിട്ട് നാളേക്കും വെക്കണം, പോയതും വന്നതും കേട്ടതും കണ്ടതും ലോകത്തെ അടുത്തറിയാനിട്ടാണ് ഞാനിപ്പോ കടപ്പുറത്തുള്ള ചെറുത്താൻ. നടുവിൽ വന്നല്ലോ നീ നിന്നൊന്നും പിടുക്ക് പൊങ്ങില്ല പണിയാൻ, അത് നീ അടുപ്പ് കത്തിക്ക് തിളക്കാൻ ചേർത്ത റേഡിയോ വോളിയം മതിയോ കൊമ്പിക്ക് ചെയ്യുവാൻ വന്നൊരു പേടിയോ Heartbeat 140 BPM cardio ആചാരം മാറിയോ മണ്ണ് മെച്ചാരിയോ ക്യാൻസർ വന്നോനെ കേൾപ്പിക്കാൻ ജോഡിയോ റേഡിയോ മറ്റേ ജീസിന്റെ സ്റ്റുഡിയോ കിട്ടിയപ്പോ വ്യൂസ് ഒക്കെ കൂടിയോ ടീമിൽ കുരുത്ത കുരു പണ്ണോരക്കാൻ നിൽക്കണ്ട താങ്ങത്തില്ല അടുപ്പത്തിളക്കാൻ വന്നുണ്ടെ അടുത്തിട്ട് ഇളക്കി അമ്മക്ക് തിരികിട Good job, man. ആശി എന്തെങ്കിലും പറയാം. ആശിയുടെ ആശിയുടെ വ്യൂ ഒരു POV എന്താണ് ആശി? ബേസിക്കലി ഇതെല്ലാം ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നമ്മുടെ എല്ലാവരും ഫ്രണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്, വൈബ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് ബൗൺസ് ചെയ്യുന്നുണ്ട്. ഈ സെഷനൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഇരിക്കും, ഇവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അവൻ പക്ഷെ ഇതെല്ലാം വിറ്റ്നസ് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. ആശിക്കറിയാൻ ഗ്രൂവ് ഉള്ള വെയിറ്റ് ഈ third eye of the group. പറ കണ്ടിന്യൂ, നമുക്ക് ട്രാക്കിനെ കുറിച്ച് പറഞ്ഞിട്ട്. ഞാൻ ഇതിനകത്ത് ചെയ്തേക്കുന്ന നോയിന്റെ കൂടെ ഈ ആൽബത്തിൽ ചെയ്തേക്കുന്ന ട്രാക്ക് എന്ന് പറഞ്ഞാൽ നോ റിഗ്രറ്റ്സ് എന്ന് പറഞ്ഞ ട്രാക്ക് ആയിട്ട് ഫീച്ചർ ചെയ്തിട്ടുള്ള ട്രാക്ക്. അപ്പൊ അത് ഇതുപോലെ തന്നെ സെയിം നോയിഡ് ഒരു ദിവസം വന്നു വിളിച്ചു, ജി എവിടെ, ഞാൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവൻ വന്ന് എന്നിട്ട് നമുക്ക് സെഷൻ ഇരുന്നാലോ, അങ്ങനെ ആ മൂഡിൽ തന്നെ ഓണാക്കിയതാണ്. അപ്പോൾ ആ സമയത്ത് സ്ലേ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ലേ ആണ് ഫസ്റ്റ് ഹുക്ക് ഇട്ടത്. ഹുക്ക് ഇട്ടപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എനിക്ക് കേട്ടപ്പോൾ ഈ ട്രാക്കിന്റെ ആൽബത്തിന്റെ ഫുള്ള് എന്നെ കേൾപ്പിച്ചായിരുന്നു നോയിഡ്. അപ്പോൾ ആ സമയത്ത് എന്നിട്ട് എനിക്കറിയത്തില്ലായിരുന്നു ഇത്ര ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ട്രാക്ക് കേൾപ്പിച്ചപ്പോൾ ഫുള്ള് ബാങ്ങർ മൊത്തം അടി ബഹള സീൻ മാത്രം. അപ്പൊ ഇത് എനിക്ക് ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായത് ഈ ഒരു ട്രാക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് ശാന്തി ആയിട്ടുള്ള. അപ്പൊ ഞാൻ പൊതുവെ ചെയ്യണത് ന്യൂ സ്കൂൾ ടൈപ്പ് ആണ്. ന്യൂ സ്കൂൾ എന്ന് പറയുമ്പോൾ ഓൾഡ് സ്കൂളും ന്യൂ സ്കൂളും എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്. അതിൽ ന്യൂ സ്കൂൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മെലോഡിക് ആയിരിക്കും, റാപ്പിന്റെ വേഴ്സും. പുത്തമ്പള്ളിക്കുടം ആ ഒരു മൂടാണ് എന്റെ ട്രാക്ക്. അപ്പൊ അതാണ് ഞാൻ ശാന്തി ഉദ്ദേശിച്ചത്. അല്ല, പാട്ട് ആക്ച്വലി ശാന്തിയാണ്, കേട്ടറിയാം. അപ്പൊ റിഗ്രറ്റ്സ് എന്നാണ് പാട്ടിന്റെ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള ട്രാക്ക്, ചില്ലായിട്ട് ഭയങ്കര അങ്ങനത്തെ ഒരു ടൈപ്പ് ട്രാക്കാണ്. അപ്പോൾ സ്ലേ ഫസ്റ്റിൽ തന്നെ വന്നു, അപ്പം തന്നെ എഴുതി, കുക്ക് ചെയ്തിട്ടപ്പോൾ തന്നെ ഫുള്ള് എഴുതി, ലിറിക്സ് എഴുതി, 1 ടേക്കിൽ തന്നെ റെക്കോർഡിങ് കഴിഞ്ഞു. നമ്മൾ സ്റ്റുഡിയോ അവിടെ പിന്നെ വീട്ടിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യണം, അപ്പം എളുപ്പമാണ് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ റെക്കോർഡ് ചെയ്ത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതൊരു 3 ദിവസം കൊണ്ടൊക്കെ 2 ദിവസത്തെ പ്രോസസ്സായിരുന്നു. ഫസ്റ്റ് നീ വന്ന് കുക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ സ്ലീപ്ലെസ് ആയിട്ട്, അതായത് ഉറങ്ങിയിട്ടില്ല, ആ ഒരൊറ്റ ഡേ കണ്ടിന്യൂ ചെയ്ത് സെഷൻ നൈറ്റ് ഇരുന്ന് ഒരു സമയം പോയി അറിഞ്ഞില്ല. ഞങ്ങള് കുക്ക് ചെയ്യുക, ട്രാക്ക് റെക്കോർഡ് ചെയ്യുക. അപ്പൊ എല്ലാവരും ആ സോണിൽ എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുക, റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ഔട്ട് കേട്ടപ്പോഴത്തേന് ഗുഡ്. അപ്പൊ തന്നെ റഫ് മിക്സും ചെയ്തായിരുന്നു. ഇത് ചെയ്തോണ്ടിരുന്ന സമയത്ത് സ്ലേ ഇത് ലിറിക്സ് എഴുതി പാടിക്കഴിഞ്ഞ് 1 ടേക്കിൽ പോയി, ആള് പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സ്ലേ തിരിച്ചു വന്നപ്പോ ഞാൻ സ്റ്റിൽ റെക്കോർഡ് അതായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കൊടുക്കണമല്ലോ. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണ സംഭവം എനിക്ക് മാക്സിമം പെർഫെക്റ്റ് ആക്കണമെന്നൊരു ഇതുണ്ട്. അപ്പോൾ അത് ഞാൻ മാക്സിമം വർക്ക് ചെയ്യും. ഇപ്പൊ തന്നെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ട്രാക്കൊക്കെ പുതിയിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റിലീസ് ചെയ്തപ്പോൾ പോലും പഴയ സോങ്ങിന്റെ വൈബ് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഞാൻ ഫുള്ള് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റീസൺ ഉള്ളതുകൊണ്ട് ഞാൻ മാക്സിമം ഞാൻ കൊടുത്തു, എന്റെ ഔട്ട്പുട്ട് ഞാൻ കൊടുത്തു എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഇനി ബാക്കി ഞങ്ങൾ കേട്ടിട്ട് പറയാന്നല്ലേ, ബാക്കി നിങ്ങൾ കേട്ടിട്ട് പറയാം. ഇതിപ്പോ കംപ്ലീറ്റ്ലി അത്യാവശ്യം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ട്രാക്കാന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു പോർഷൻ കേൾപ്പിക്കോ? ഓക്കെ പാടാം. എന്റെ വേഴ്സിന്റെ പാടാം.
ഉള്ളത് കൊണ്ടോണം പോലെ എനിക്കും വാഴണം, പതിവായത് മാറ്റണ ശീലമും മിതമാ ജീവിതം, തിരമാലകൾക്കെതിരായി നീന്തണം, പല ആൾക്കാർ വാക്കായി പറഞ്ഞത് വാതകം, ഗൈസ് കൂടുള്ള ഇടം താവളം, കരകയറണം കനി തേടണം, വരവേൽപ്പില്ലേ വേറെ നേടണം, തീപ്പൊരി പാറണ ചൂടാണ് എൻ്റെ ഈ നാക്കിലെ വാക്കിൻ്റെ മേ, വാമനം വന്നാലും താഴ്ത്താൻ നിൽക്കില്ല ശേഷ് കട്ടിന്റെ പിന്നാലെ വാലാട്ടി ഓടണം പൊട്ടമ്മത്തോണ്ടുന്ന ഗ്രേ, don't participate, they don't know the game, do what you came for, ഞാൻ ഉണ്ടാക്കും wait for, it's that's what I'm built for, പതിച്ച വഴികൾ ഫ്യൂച്ചറിൽ കനിയും, പഠന കോഴ്സിന് നിരത്താൻ പറ്റാത്ത അറിവ് തിരിയും, അനുഭവത്തിന്റെ വെളിച്ചം വരുമ്പോ മറവ് തെളിയും, എന്റെ ഈ തലയ്ക്ക് വിലയെ ചെയ്യണ പണിക്ക് കനമേ, കഴിഞ്ഞ കഥയ്ക്ക് വിടയെ കടിച്ച കണക്ക് ചിതയെ, കൂട്ടാനായാളുണ്ട് പക്ഷെ ഞാൻ നിന്നെ ഞാൻ നേരിട്ട് തനിയേ. ഏവിധം പാടക മുന്നിൽ റിഗ്രറ്റ് പെടുത്തല ടീഷർട്ട് അവരൊക്കെ കെടുത്തിയ സിഗരറ്റ് മതി മതി ഇനി ആൽബം മട്ടീനാണല്ലേ ഇല്ലേ? അതെ എങ്ങനെ മനസ്സിലായി? ഇനി കവി താങ്കളുടെ ട്രാക്കുകളിലേക്ക്. ഫസ്റ്റ് ട്രാക്ക് ബാങ്ങർ സ്ലേയ സ്റ്റിക്ക് ആയിട്ടുള്ളത്, പിന്നെ അല്ലാണ്ട് വേറൊരു ട്രാക്ക് ഉണ്ട് ഗ്രഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്ക് ഉണ്ട്. അത് ഈ ബാങ്ങർ ഉണ്ടാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെഷനിൽ തന്നെയാണ് അതിന്റെ ബീറ്റ് തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ആ ബീറ്റ് കേട്ടപ്പോഴേ തലക്കായി കൊടുത്തിരിക്കുമായിരുന്നു. എന്താണ് ഇവനാണ് ഫുൾ ഭയങ്കര ഒരു വേറൊരു മൂഡിൽ ഇവന് യൂഷ്വലി ഉണ്ടാക്കുന്ന സ്റ്റഫിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സൗണ്ടിങ്, കുറച്ചും കൂടെ ഫീൽ ഉണ്ടായിരുന്നു, ഇച്ചിരി കൂടെ സിനിമാറ്റിക് ആയിരുന്നു പറയാം. സ്പേസ് ഉള്ളതെന്ന് വെച്ചാൽ റാപ്പ് ചെയ്യാൻ നല്ല സ്പേസ് ഉണ്ട്, എന്നാൽ ഡ്രംസും പരിപാടിയും എല്ലാം നല്ല ഹെവി ആയിട്ടുള്ള സാധനമാണ്. ഒരു ട്രാൻസിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. തുടക്കം കുറച്ച് വേക്കൻറ്റ് സ്പേസ് ഉള്ള ബീറ്റിൽ, അത് കഴിഞ്ഞിട്ട് ട്രാൻസിഷൻ കഴിയുമ്പോൾ ഫുൾനെസ് തൊട്ട് മ്യൂസിക് പോകാൻ വേണ്ടിയുള്ള ഒരു പോയിന്റ് വരെ ആ ട്രാക്കിൽ ഞാൻ റാപ്പ് ചെയ്യുന്നുള്ളൂ. അത് കഴിയുമ്പോൾ അവിടുന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവൻ സോണിക്കലി അത് വേറൊരു ട്രാൻസിഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ആൽബത്തിൽ. 2 ട്രാക്കും എൻ്റെ രണ്ട് എക്സ്ട്രീമിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന് ഈ എനർജിയുടെ പുറത്ത് നമ്മൾ എക്സ്ചേഞ്ചിൽ ഉണ്ടാക്കുന്ന, ഇത് ഈ ബീറ്റിന്റെ ഇറ്റ് വാസ് സിറ്റിംഗ് വിത്ത് മീ ഫോർ എ ലോങ് ടൈം. ഇതില് ഇറ്റ്സ് ജസ്റ്റ് യു. ഇത് ഞാൻ ഒറ്റക്കുള്ള ട്രാക്കാണ് ഇതിനകത്ത്. പക്ഷെ അതിനകത്ത് ഞാൻ ഈ കുറെ നാൾ ഇരുന്നു. പക്ഷെ ആ ബീറ്റ് ഭയങ്കരമായിട്ട് എനിക്ക് വർക്ക് ആവുന്നുണ്ട്, ഞാൻ വൈബ് ചെയ്യുന്നുണ്ട്. ചലഞ്ചിങ്ങിനെക്കാട്ടും എനിക്ക് അതിനകത്ത് പല പല ഐഡിയാസാണ് വന്നത്. അപ്പോൾ ഒരെണ്ണം സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിനകത്ത് എന്തെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു അപ്രോച്ചിൽ ഫിക്സ് ചെയ്യണമല്ലോ നമ്മൾ. എഴുതി കുറച്ചാകുമ്പോൾ ഇത് വേണ്ടാന്ന് പറയും, വേറെ ഐഡിയ തോന്നും. അങ്ങനെ കുറെ സമയം എടുത്തു. എനിക്ക് ഏറ്റവും ലാസ്റ്റ് എഴുതി തീർന്ന ട്രാക്ക് ഇതാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ വർഷമാണ് എന്നിട്ട് ഫിനിഷ് ചെയ്തത്. അപ്പൊ അത് ഭയങ്കര വേറെ, ഞാൻ എഴുത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നുള്ള പരിപാടിയായിരുന്നു. ബീറ്റ് എൻ്റെ കിട്ടി, ഞാൻ എൻ്റെ ആയിട്ടുള്ള സമയം എടുത്ത് പലപ്പോഴായിട്ട് എഴുതി അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ട്രാക്ക് ആയിരുന്നു അത്. പ്രോപ്പർലി ആ ഒരു തീമാണല്ലോ ഇത് പറയാനാണെങ്കിലും. പക്ഷെ നമ്മൾ അൺക്രൗണ്ടിനെ പറ്റി കുറച്ചും കൂടെ മോറലി പറയുന്നൊരു ആ ബേസിക് തീം ആൽബത്തിൻ്റെ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ അത് പറയാൻ ആ ഒരു കുറച്ച് മോറൽസ് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം അതിൻ്റെ പോകേണ്ടത്. സോ അത് തന്നെയാണ് അത് പ്രോപ്പർലി ആ ബീറ്റിലേക്ക് ഫിക്സ് ചെയ്യാൻ കുറച്ച് നമ്മൾ ടൈം. പക്ഷെ അതിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇത് മതി, ഇത് ഫിക്സ്, ഈ പരിപാടി ഓക്കെ. കാരണം അത് കുറച്ചും കൂടെ ബീറ്റ് ഓൾറെഡി ഒരു ഡ്രൈവിൽ പോകുന്നുണ്ട്. ലിറിക്ക് അതിനകത്ത് എന്ത് വെച്ചാൽ ലിറിക്കലി ഡ്രൈവ് ചെയ്യേണ്ട ട്രാക്കാണ്. പക്ഷെ ഞാൻ എന്ത് ഫ്ലോ ഇടുന്നോ അതായിരിക്കും, അതിനനുസരിച്ചായിരിക്കും വൈബ് കൊണ്ടുപോകണം. അപ്പൊ എനിക്ക് മോർ ദാൻ ഒരു ഭയങ്കര ജമ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പ് ഒരു ഡാൻസ് ട്രാക്ക് അങ്ങനത്തെ ഒരു സാധനത്തെക്കാട്ടും ഞാൻ ഇവനോട് നേരത്തെ തൊട്ട് പറയുന്നുണ്ട്, കുറച്ച് ഡീപ്പായിട്ടുള്ള, കുറച്ച് സംസാരിക്കാൻ പറ്റുന്ന ടൈപ്പ്, കുറച്ചും കൂടെ റൈറ്റിംഗ് ഹെവി ആയിട്ടുള്ള ടൈപ്പ് ഒരു സ്പേസ് ഉള്ള സാധനമാണ് ചെയ്യാം കുറച്ചും കൂടെ. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ കൈ വെച്ചിരിക്കാൻ വേണ്ടി തരത്തില്ല, ഞാൻ ചെയ്യും, സമയം എടുത്താണല്ലോ ഞാൻ ചെയ്യുന്ന പറഞ്ഞിങ്ങനെ വെച്ചേക്കുമായിരുന്നു. പക്ഷെ റൈറ്റ് ടൈം ആയപ്പം ഐ തിങ്ക് ഇറ്റ് കെയിം. അപ്പൊ അങ്ങനെ അത് അതിൻ്റെ അകത്ത് വർക്കിംഗ് ഡേയ്സ് എന്നുള്ളൊരു ഐഡിയ ആണ് എനിക്ക് ആദ്യം വന്നത്. ബേസിക്കലി എന്നുവെച്ചാൽ ട്രാക്കിന്റെ ഐഡിയ അല്ല, ആ ബീറ്റ് കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് ഓക്കെ വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് 2 രീതിയിൽ പറയാം. അങ്ങനെ തുടങ്ങിയ വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ദിവസവും വർക്കിംഗ് ഡേ തന്നെയാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ നേരത്തെ ലൈവ് പറഞ്ഞപ്പോൾ ഞാനത് ആലോചിച്ചത്, എവിടെ പോകുമ്പോഴും നമ്മുടെ തലയിൽ എന്തെങ്കിലും എല്ലാം എഴുതണമെന്നൊന്നുമില്ല, ബട്ട് അവർ ബ്രെയിൻ വിൽ ഓൾവേസ് ഹാവ് ദാറ്റ് ക്രിയേറ്റീവ് പ്രോസസ് എന്നുള്ളതാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ഈ ട്രാക്കിലും അതാ സംഭവിച്ചത്. ഒരു റാൻഡം ദിവസം, ഒട്ടും വർക്ക് ചെയ്യാൻ പ്ലാൻ ഇല്ലാഞ്ഞൊരു ദിവസം, ഞാൻ എവിടെയോ കൂട്ടുകാരുമായിട്ട് എൻ്റെ ചായ കുടിക്കാൻ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഓക്കെ വർക്കിംഗ് ഡേയ്സ്, അങ്ങനെയാണ് അതിൽ തുടങ്ങിയത്. അനവധി അവധികൾ കഴിഞ്ഞിനി വർക്കിംഗ് ഡേയ്സ്, അങ്ങനെ ആ ട്രാക്ക് തുടങ്ങി. പരിമിതി അളക്കലും മതി ഇനി സകലതും വർക്കിംഗ് ഡേയ്സ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡേയ്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. സ്റ്റോപ്പ് ക്വസ്റ്റ്യനിങ് യുവർ സെൽഫ്, എല്ലാം വർക്ക് ചെയ്യാൻ പോണ ഡേയ്സ് ഇനി വരുന്നു എന്നുള്ള ആ ഒരു അൺക്രൗണ്ട് എന്നുള്ള തീമുമായിട്ട് അതുണ്ട്. വി ആർ നോട്ട് ക്രൗണ്ട് യെറ്റ്, ബട്ട് ഇഫ് യു ക്യാൻ കോൾ യുവർ സെൽഫ് അൺക്രൗണ്ട്, ദാറ്റ് മീൻസ് യു ഓൾ ആർ കിങ് മെറ്റീരിയൽ എന്നുള്ള ആ ഒരു സംഭവം ഉണ്ട്.
നമ്മുടെ ഒരു പരിപാടിയിൽ നമ്മളാണ് ഏറ്റവും ബെസ്റ്റ്, നമ്മളാണ് കിങ്. എല്ലാ ആർട്ടിസ്റ്റും അതാ ബിലീവ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ബിലീവ് ചെയ്യണം എന്നാണ് ഞാൻ. അതെ, നമ്മളിപ്പോ നോട്ടീസ് ചെയ്യും, പക്ഷെ അത് നോട്ടീസ് ചെയ്യുന്ന ഇതായിരിക്കും, പക്ഷെ നോട്ടീസ് ചെയ്യത്തില്ലായിരിക്കും. ബട്ട് നമ്മൾ ചെയ്യുക നമ്മൾ എന്താണോ നമുക്ക് ചെയ്യാൻ ക്രാഫ്റ്റിൽ ബെറ്റർ ആയിട്ട് നമുക്ക് അറിയാം. വൺസ് നമുക്ക് അതിന്റെ എക്സ്പോസറോ അങ്ങനെ ഒന്നും അല്ല, നമുക്ക് നമ്മൾ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡു ഇറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പോട്ട് ലൈറ്റ് വന്നില്ല എങ്കിൽ പോലും ഞാൻ പറയാം, ഇപ്പോൾ ഒരു അത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ആ സ്പോട്ട് ലൈറ്റ് നിങ്ങളുടെ ദേഹത്ത് വീണില്ല പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം ഏതൊക്കെ തലങ്ങളിലൂടെ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാൻ പറ്റും, ബെസ്റ്റ് കൊടുക്കുക. കീപ് ഷോയിങ് വൈ യു ആർ ഓൺ ടോപ്പ്. ദാറ്റ്സ് ദി തിങ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും നല്ലോണം ചെയ്യാൻ പറ്റുന്നതെന്ന് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുക. ഷോ ദം, ദാറ്റ്സ് ഇറ്റ്. ആ ഒരു മൂഡിലാണ് അൺക്രൗണ്ട് എന്നുള്ള ഒരു നെയിം വന്നത്. നമുക്കിപ്പോൾ നോട്ടീസോ അല്ലെങ്കിൽ നമ്മളെ ചില ആൾക്കാരും കാണാതെ പോകുന്ന മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ കുറെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് വിചാരിച്ച പോലെ നോട്ടീസ് ചെയ്യപ്പെടാണ്ട് പോകും. അതുപോലെ തന്നെ മാറ്റി നിർത്തപ്പെടുകയും നമ്മുടെ പ്രൊഡക്റ്റ് മാത്രം നമ്മളെ കാണാൻ, നമ്മൾ ഇതാവണ്ട, ടോപ്പിലോട്ടാവണ്ട, അങ്ങനെ കുറെ ഇത് കാരണം നമ്മളത് വർക്ക് ചെയ്യുക. നമ്മളത് ഇത് ആൾക്കാരല്ല, നമ്മളാണെങ്കിൽ ഓരോ ആൾക്കാരല്ല, നമ്മൾ ചെയ്യുന്ന സാധനം കേൾക്കുന്ന ഒരു ആൾക്കാരുണ്ടാവും. നമ്മൾ ഒരാൾ കുറ്റം പറയുന്ന 10 പേര് ഗോസിപ്പ് പഠിക്കുന്ന 100 പേര് കേൾക്കും. പക്ഷെ നമ്മൾ 200 പേര് നമുക്ക് വേണ്ടി സംസാരിച്ച് കഴിഞ്ഞാൽ 1000 പേര് കേട്ടാൽ മതി. ഇതൊക്കെ ട്രാക്കിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, എന്നെ കളിയാക്കിയിട്ടാണ് ഞാൻ കൊടുത്ത ഊവ എന്നുള്ള സാധനം ഞാൻ കൊടുത്തതാണ്. നീ വിചാരിച്ചാളല്ല, ഈ സ്ഥലം എന്റെ. അത് അങ്ങനെ വന്ന ഒരു സാധനമാണ്. എല്ലാവരുടെ എക്സ്പ്രഷനാണ് സംഭവിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആണെങ്കിലും എനിക്കറിയാവുന്ന മിക്ക റാപ്പേഴ്സും ചോസ് ദിസ് ആർട്ട് ഫോം ബിക്കോസ് ഇറ്റ്സ് വെരി പേഴ്സണൽ, ഇറ്റ്സ് ഡയറക്റ്റ് ആണ്. ഞാനും ആർട്ടുമായിട്ടുള്ള ബന്ധവും ഡയറക്റ്റ് ആണ്. ആ ഉണ്ടാക്കുന്ന ആർട്ട് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ആണ്. ലൈക്ക് ഐ എം ലൈക്ക് ടോക്കിംഗ് ടു ദം. അപ്പോൾ എസ്പെഷ്യലി എന്താണ് പറയാ, നമ്മൾ ഇതുപോലത്തെ ഫ്രീഡം അങ്ങനെ തരുമ്പോൾ ഉറപ്പായിട്ടും എവ്രിബഡി വിൽ എക്സ്പ്രസ് whatever they wanted to say. പിന്നെ ചില ട്രാക്ക് നമ്മൾ ഉണ്ടാക്കി ചിലപ്പോൾ റിലീസൊക്കെ കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് ചിലപ്പോൾ 1 വർഷം 2 വർഷം കഴിഞ്ഞ് ഇടയ്ക്ക് നമ്മൾ ആൻഡ്രോയിഡ് കേൾക്കുമ്പോ ഇത് ഇത്രക്ക് അതെ അങ്ങനെ തോന്നാറുണ്ട് കുറെ പ്രാവശ്യം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ മൊമെന്റ്സ് ഇങ്ങനെ വരാറുണ്ട് പല രീതിയിൽ. ഇപ്പൊ ഒരാൾ വന്നിട്ട് ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് ഇതുപോലെ ഒരു ആൻഡ്രോയിഡ് ഒരാൾ വന്നിട്ട് ബ്രോ സ്ലേ അല്ലേ കേൾക്കാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാനുള്ള അത് ഭയങ്കര ഒരു ചാർജായി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഫാമിലി ബിസിനസ് ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും താ പാട്ടും പാടും, ഇതെന്താ കൊള്ളാലോ, അങ്ങനെ വന്ന അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കും നമ്മള് അതല്ലാതെ ഇതും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. പിന്നെ ഇതൊക്കെ വേണമെന്നാ ഞാൻ പറയണത്. ഇതൊക്കെ ഒരു സത്യം പറഞ്ഞ ഒരു അനുഗ്രഹമാണ് അല്ലേ. കാരണം ഞാനൊക്കെ റാപ്പ് ചെയ്യാൻ തുടങ്ങി, ഞാൻ ലൈക്ക് മ്യൂസിക് തുടങ്ങിയപ്പോ ഞാൻ ഇല്ല തിരിച്ചു വരാം. ഞാൻ മറ്റേ തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചത് ഞാൻ മറ്റേ ട്രാക്ക് ഇറക്കും, 1 വർഷം കൊണ്ട് മറ്റേ മെയിൻ സ്ട്രീം ആയി, കൈയടക്കി മറ്റേ സീനായി മറ്റേ അങ്ങ് കുറച്ചു നേരം കഴിയുമ്പോ അങ്ങനെയല്ലല്ലേ. പിന്നെ മറ്റേ മെച്ചൂർ ആവാണ്. ഓക്കെ, അതല്ല കാര്യം. സമയം എടുക്കും മനസ്സിലായി. ഓരോരുത്തർക്കും ഓരോ സമയമായിരിക്കും. ഇപ്പൊ ഈ റൂമിലിരിക്കുന്ന ഇത്രയും പേരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ സമയമായിരിക്കും. ഞങ്ങളുടെ എല്ലാവരുടെയും ഗ്രോത്ത് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരുടെയും മറ്റേ കോൺസ്റ്റന്റ് ആയിട്ടല്ല പോണത്. ആരുടെയും ഗ്രോത്ത് എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ മറ്റേ ഹൈസ് ആൻഡ് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര വലിയ ഇമ്പാക്റ്റ് ആണ്. ഈ പറഞ്ഞ പോലെ മറ്റേ എഴുതിയിൽ എണ്ണ ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ കെടാറായ വിളക്കില് ഇതൊക്കെ കണ്ടു നിന്ന ഒരാളുണ്ടല്ലോ. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തേർഡ് ഐ എന്ന് പറയുന്നത്, അൺക്രൗണ്ടിന്റെ തേർഡ് ഐ എന്ന് പറയുന്ന ആളാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും ട്രാക്ക് ഉള്ളതിൽ 13 ട്രാക്ക്, 11 എന്ന് പറഞ്ഞു, പക്ഷെ 2 ബോണസ് ട്രാക്കുകളുണ്ട്. 13 ട്രാക്ക് ഉള്ളതിൽ വിച്ച് ഇസ് യുവർ ഫേവറേറ്റ്? ഡോണ്ട് ബി ഡിപ്ലോമാറ്റിക്. എനിക്ക് കില്ല് ചെയ്തോ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൗണ്ടിങ് ഭയങ്കര ഡിഫറെന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ഇവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുക, അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ കേൾക്കുക. ഞാൻ ഇങ്ങനെ ഹെഡ്സെറ്റിലൊന്നും അങ്ങനെ കേൾക്കാറില്ല. ഞാൻ ഹെഡ്സെറ്റ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഒരു ദിവസം ഞാനങ്ങനെ ഒരു ഇതിനു വേണ്ടി ഞാൻ കേട്ട് നോക്കി. അപ്പോഴാണ് അതിന്റെ കറക്റ്റ് എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ടിങ് ഭയങ്കര ഡിഫറെന്റ്. ഇവിടെ ഞാൻ ഇങ്ങനത്തെ ഒരു ട്രാക്ക് ഇവിടെ കേട്ടിട്ടില്ല. ഫേവറേറ്റ്സിലെ 2 കൂടി ടോപ്പ് 3 ആണ്. ബാങ്ങർ 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 ബാങ്ങർ, അത് സർട്ടിഫൈഡ് ബാങ്ങർ ആണ്. അതാ ട്രാക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഫൈനൽ വൺ
സൂക്ഷിച്ചൊക്കെ പറയട്ടെ, വേറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവനൊന്നുമില്ല. ആഷിക്ക് 0 പിന്നെ ഹണ്ട് സീന അതിന്റെ ഒരു melody. മറ്റേ സലീം കുമാർ അന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രാക്കും അടിപൊളിയാണ്. കാരണം അവരെല്ലാരും ഒരേ മെലഡി ഒക്കെ പിടിച്ച് ആ ഒരു പ്രോപ്പർ ഒരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി ആ ട്രാക്ക്. അപ്പൊ ഈ പറഞ്ഞ പോലെ സൗണ്ടിങ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയി, വളരെ വെറൈറ്റിയിൽ ഒരു സാധനം കൊടുക്കണം എന്നുള്ള രീതിയിലാണല്ലോ ഈ ആൽബം ഉണ്ടാക്കിയേക്കുന്നത്. വാട്ട് ഡു യു തിങ്ക്? ഇപ്പൊ ഗ്രഞ്ച് എന്ന് പറഞ്ഞ ട്രാക്ക് എന്ന് പറഞ്ഞാൽ തുടക്കം ഫുൾ ഒരു വേക്കൻറ്റ് ബീറ്റ് അല്ലെങ്കിൽ ഒരു ആ ഒരു ബീറ്റിന് വേണ്ട എന്താണോ കൊടുക്കുന്നത് അത് മൊത്തം ഫില്ല് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞൊരു കുറച്ചൊരു സിനിമാറ്റിക് പോലെ ചെയ്ത് ആൾക്കാരെ ആ ഒരു യുഫോറിക് സ്റ്റേറ്റിലോട്ട് എത്തിക്കുക. എനിക്ക് അത് അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് പോയാൽ കൊള്ളാമെന്നുള്ളത് എൻ്റെ ഫീലിലോട്ട് യുഫോറിക് ആയിട്ട് വന്ന് ആ ഒരു ഫീല് എല്ലാവർക്കും കിട്ടണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കേൾക്കുമ്പോൾ കണക്റ്റ് ആവും തോന്നുന്നു. കാരണം എനിക്ക് ആ ഒരു സ്റ്റേറ്റിലോട്ട് ആൾക്കാരെ ആ ഒരു ലെയറിലോട്ട് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം അതാണ് ആൽബം സൗണ്ടിങ് എടുത്തതും ഇങ്ങനെയാണ്. തിൻ ലൈൻ എപ്പോഴും ഹിപ്പ് ഹോപ്പ് വെച്ചിട്ട് ബാക്കി ബിൽഡ് ചെയ്ത് അതുകൊണ്ട് തന്നെയാണല്ലോ ആൾക്കാർ കേൾക്കുന്ന റിയൽ ശരിക്കുള്ള പാറ്റേൺ നോക്കാതെ നമ്മൾ ഇപ്പൊ തരം നാളും ചെയ്തുകൊണ്ടിരിക്കുന്ന അത് ഒരിക്കലും ഒരു ചെയ്യുന്ന പാറ്റേൺ എടുത്ത് അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് എടുത്തിടാതെ നമുക്ക് നമ്മളൊരു ആർട്ടിസ്റ്റിക് ആയിട്ട് നമുക്ക് എന്താണ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് എവറിത്തിങ് സെറ്റ് ആയിട്ട് വന്നു. പിന്നെ ഇതിൽ പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഐ ആം ഹാപ്പി ഈസ് ലൈക്ക് അച്ചായൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. പുള്ളി ഇവിടെ റാപ്പ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. വർഷങ്ങൾ മുമ്പോട്ടേ ഇവിടെ ചെയ്തു തുടങ്ങി. ഇവിടുത്തെ വേറെ സാധനമാണ് അച്ചായൻ. പണ്ട് തൊട്ടേ ഉള്ളതാണ് പുള്ളിക്കാരൻ. പക്ഷെ പുള്ളി അത്രയും എന്താണ് പറയാ ഫ്രീക്വന്റ് ആയിട്ട് മ്യൂസിക് ഇറക്കുന്ന ആളല്ല. പുള്ളി ഈ ആൽബത്തിലുണ്ട്. ഇതൊരു കോണ്ടെക്സ്റ്റുവലി ഒരു കഥ പറഞ്ഞു പോകുന്ന ഒരു ആൽബം. അങ്ങനത്തെ പരിപാടിയെക്കാട്ടും ഒരു സൗണ്ടിൽ ഒരു ജേണി കൊണ്ടുവന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആൽബം ലിസണിങ് കുറവാണ്. ഒരാൾ നമ്മൾ ഒറ്റിരുന്ന ആൽബം കേൾക്കും, ഫസ്റ്റ് പാട്ട് തൊട്ട് അവസാനം വരെ ഇരുന്ന് കേൾക്കത്തില്ല. ഞാൻ പിന്നെ ആർട്ടിസ്റ്റ് ആയിരിക്കും, ഇതിനെപ്പറ്റി എക്സ്പ്ലോർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായിരിക്കും, എന്നെ പഠിക്കാൻ ഉദ്ദേശിക്കുക കേക്ക് ഇഷ്ടമുള്ളവരായിരിക്കും. ഫുൾ ഇരുന്ന് ഒറ്റ സ്ട്രെച്ച് ആൽബം ഇപ്പോഴും ഒറ്റ സ്ട്രെച്ച് കേൾക്കാൻ ഭയങ്കര രസമാണ്. ചില ആർട്ടിസ്റ്റുകൾ ഭയങ്കര ഒരു സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ഒരു സൗണ്ട് സ്കേപ്പിൽ കൊണ്ടുപോകും. അങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ആൽബം ഇത്. നമുക്ക് ഒറ്റയിരിപ്പിൽ ഫുള്ള് കേക്ക് കഴിഞ്ഞ ഒരു അരമണിക്കൂർ 35 മിനിറ്റ് അകത്തായത് ആൽബം. അതിന് കേൾക്കാം മൊത്തം ആൽബം 35 മിനിറ്റ്. അപ്പോൾ അതിനകത്ത് ആ ഒരു ജേണി ഞാൻ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ആ എക്സ്പ്ലോറേഷൻ ആ ഫുൾ ഒറ്റയിരിപ്പ് കേട്ട് കഴിഞ്ഞാൽ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഇതെല്ലാം സിംഗിൾ ആയിട്ട് കേൾക്കാനും പറ്റിയ ട്രാക്കുകളാണ്. എനിക്കതായിരുന്നു ലാസ്റ്റ് എൻഡ് ആയപ്പോൾ വന്ന് ചാലഞ്ചിങ് എന്ന് പറയാൻ. ഇതൊരു സ്റ്റോറി ആക്കണം, എവറിത്തിങ് ഇസ് കണക്റ്റഡ്, പക്ഷെ എല്ലാത്തിൻ്റെ അടുക്കി ഓർഡറിൽ വന്ന് അതിലൊരു കഥ ഫോമായി അവസാനം ഒരു ഭയങ്കര ഞാൻ അവസാനം എൻ്റെ ഒരു സോളോ ആയിട്ടുള്ള ഒരു ട്രാക്ക് ഉണ്ട്. ലൈക്ക് ഞാൻ സ്പിറ്റ് ചെയ്യുന്നില്ല, ഗുഡ് ആറ്റ് മ്യൂസിക്കിൻ്റെ മ്യൂസിക്കാലിറ്റി ഒരു സാധനം കൊടുത്തതിന് ശേഷം നോ റിഗ്രറ്റ് എന്ന് പറഞ്ഞ പാട്ട് കുറച്ച് കാമാക്കുക. റിഗ്രറ്റ് ഭയങ്കര ശാന്തി ട്രാക്ക്. അതായത് റിഗ്രറ്റ് കഴിയുമ്പോൾ മറ്റേ ഞാൻ തന്നെ എങ്ങനെയാ മറ്റേ ശാന്തി ട്രാക്ക്. അതെ, കാരണം ഔട്ട്രോ അങ്ങനെയാണ് അതിന്റെ. മറ്റേ ഇത്രയും മറ്റേ ഇതുപോലെ ബാഴ്സ് ഒക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് മറ്റേ മെലഡിക് ആയിട്ട്. കാരണം നോയിഡിന്റെ മറ്റേ സാധാരണ പ്രൊഡ്യൂസർ ടാഗ് കൊടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ട്രാക്ക്. ബീറ്റ് ഡ്രോപ്പ് ആവണതിന് മുമ്പ് അല്ലെങ്കിൽ ഇൻട്രോയുടെ ഏതെങ്കിലും ഭാഗത്തൊക്കെ ആയിട്ട് യൂഷ്വലി വെക്കാറ്. ഞങ്ങൾ ഇതിന്റെ അകത്ത് ഞങ്ങൾ ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടാഗ് വെച്ചില്ല. ഞങ്ങൾ എല്ലാവരും മറ്റേ ട്രാക്ക് ഉണ്ടാക്കുന്ന പ്രോസസ്സിന് മറ്റേ എല്ലാവർക്കും സന്തോഷം. ഞാനാണെങ്കിൽ ട്രാക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു അന്നത്തെ ദിവസം. കാരണം എനിക്ക് ചില ട്രാക്ക് നമുക്ക് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം വരും. അതായത് ലൈക്ക് അതാണല്ലോ നമുക്കൊരു റിസൾട്ട് കാണുന്നതിന്റെ സന്തോഷം പോലെ തന്നെ സെൽഫ് സാറ്റിസ്ഫാക്ഷനും അതുപോലെ ശരിക്കും പറഞ്ഞ ഒരു യൂഫോറിക് സ്റ്റേറ്റിലാവും നമ്മൾ. ലൈക്ക് അത് ഭയങ്കര രസമാണ്. അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും ആ ഒരു സന്തോഷത്തിലായതുകൊണ്ട് ഞങ്ങൾ ടാഗ് ഇടുന്ന ആരും ഒന്നും ചിന്തിച്ചില്ല. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് വന്ന ടാഗ് ഇട്ടാലോ, എന്നിട്ട് ഞങ്ങൾ ടാഗ് ഇടുന്നത് ഔട്ട്രോയിലാണ്. അപ്പൊ ഔട്ട്രോ വെച്ചേക്കുന്ന മറ്റേ ഇതുപോലെ മറ്റേ കുറച്ച് വോക്കൽ മെലഡീസ് ഒക്കെ പ്ലേ ആയി. മറ്റേ അതിനകത്ത് ഞാൻ മറ്റേ അതാ ആ ഒരു പോയി കഴിഞ്ഞാൽ അത് തീർന്നു കഴിയുമ്പോ ആൾക്കാർ എനിക്ക് അവിടെ തീർന്നു 2 സെക്കൻഡ് കഴിയുമ്പോ നിങ്ങൾ എല്ലാവരും ഈ ആൽബം കേൾക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ റാപ്പേഴ്സ് കൂട്ട ആൽബം ചെയ്യണ്ടേ.
ഫൈനലി നിങ്ങൾ ഇട്ട ഈ എഫേർട്ടും നിങ്ങൾ എൻജോയ് ചെയ്ത പ്രോസസ്സും ഒക്കെ ഞങ്ങളിലേക്ക് എത്തുമ്പോൾ ഞങ്ങളും ഈക്വലി അല്ലെങ്കിൽ അതിന്റെ മുകളിൽ എൻജോയ് ചെയ്യട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. മൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിത്തിങ് ഫ്രം യുവർ സൈഡ്, നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നേരത്തെ ചെയ്ത പോലെ ഒരു കാര്യം പറയാനുണ്ട്. ചെയ്യില്ല എന്നാണ്. ചെയ്തോണ്ട് എനിക്ക് പേടിയാ. അവന്റെ ബീറ്റ് പ്രൊഡ്യൂസർ ടാഗ് തന്നെ യോമ ഇറ്റ്സ് നോയിഡ് എന്ന്. അപ്പൊ ഇതിലൂടെ യോമേനെ എല്ലാരും അറിയും. അപ്പൊ ഫൈനലി നമ്മുടെ ഔട്ട്രോ പെർഫോമൻസ്, എനിത്തിങ് ദാറ്റ് യു ഗൈസ് ലൈക്ക്, ഇഷ്ടമുള്ള എന്തെങ്കിലും പെർഫോം ചെയ്ത് ലെറ്റ്സ് വൈൻഡ് ദിസ് അപ്പ്. യോമയും യോമയുടെ വ്യോമസേനകളും കുറിച്ച് yeah yeah No, it played the scene beat. നമ്മൾ കയറി വന്ന് ഇനി സീൻ തീറ്റ. വിശപ്പ് മാറും വരെ കുഴപ്പമുണ്ട് മോനെ, പക്ഷെ മുടക്കം വരില്ല. തുടങ്ങി വെച്ച പിന്നെ ബാക്കി നോക്കാം പിള്ളേർ റെഡി. One more time, yeah. I don't need a mic, I'm Kavi. Always ready. വാക്കുകൾ വായി നിന്ന് തുപ്പിയാൽ അത് heavy, yeah. You know that shit, how it go. പോഡ്കാസ്റ്റ് കഴിഞ്ഞ് ഇപ്പോൾ എക്സോസ്റ്റ് ആയി, ബട്ട് സ്റ്റിൽ വായിൽ നിന്ന് വരുന്ന ഫ്ലോ. Fake rappers in Holocaust. You want more? I can give you more flows. 1, 2, 3 and the 4. Then the 5 and 6 goes, but the 7 then a CR shoot it out the penalty box. Where kind of flow? Battle mode. അന്നേ പറഞ്ഞ പോലെ കാറ്റിലെല്ലാം ദൂരെ ഓട്. ചാറ്റിലോട്ട് comment section people, but no, it put a whole beat and diversion between these rappers is we running on a different road and dissect the bars. ശ്രദ്ധിച്ച് കേക്ക്, എനിക്കിത് walk on the fucking cake. എന്റെ ബോയ്സ് കൂടെ നമ്മൾ പറയാൻ പോണു, വേണേൽ ഹെഡ്ഫോൺസ് വെച്ച് കേക്ക്. അൺക്രൗണ്ട് പുതിയ സൗണ്ട്. One round enough. Rub the underground. Uncrowned. Yeah. മെയിൻ ഡാവ് Main down. Street side. പിള്ളേർക്കൊപ്പം മാറി ഇത് ചെക്ക് ഔട്ട്. ഇത് മെയിൻ ഡാവ്. സെയിം ഡാവ്, സെയിം ആള്, ന്യൂ ബാസ്. ഞാൻ മെയിൻ ഡാവ്. അറിയാല പക്ഷെ നോ ഫ്ലെക്സ്. ഒറ്റ വരി അത് പിന്നെ നിന്റെ തല വീണ്. I told you, lock these people like wearing on their headsets. We're gonna come. Let's go, man. Let's go. Thank you so much, guys. All the best, you guys. Thank you so much. മതിന്നൊക്കെ. Thank you so much. Thank you so much for hosting us.